ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയ ഒരു CCTV ആണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. നമുക്കറിയാം, വെക്കേഷനാണ്, സ്കൂളുകളില്ല. അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ കൂട്ടിയിട്ട് അച്ഛനമ്മമാരൊക്കെ കുടുംബക്കാരുടെ വീട്ടിലേക്ക് പോകും, അല്ലെങ്കിൽ ടൂറ് പോകും, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ആയിരിക്കും. പറയാനുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇപ്പം നിങ്ങൾ കാണുന്ന ഈ വീഡിയോ, സൈക്കിൾ ഓടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ ഒരു സംഘം ആളുകൾ കാറിൽ വന്ന് തട്ടിക്കൊണ്ടു പോകുന്ന ഒരു കാഴ്ചയാണ്. സ്വന്തം അമ്മയുടെ മുന്നിൽ വെച്ചുകൊണ്ടാണ് എന്ന് ഓർക്കുമ്പോഴാണ് സങ്കടം. ഒരു നിമിഷം ശ്രദ്ധ മാറിയതാണ്. വീഡിയോ കാണാം. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സമയം കളയണ്ട, കണ്ടോക്കാം. നോക്കുക, അമ്മ കുട്ടിയെയും കൂട്ടിയിട്ട് ഫ്രണ്ട് ഭാഗത്തുള്ള റോഡിലേക്ക് ഇറങ്ങി. കുട്ടിയുടെ കയ്യിൽ സൈക്കിൾ കൊടുത്തു. കുട്ടിക്ക് സൈക്കിൾ ഓടിക്കാനൊക്കെ അറിയാട്ടോ. എന്നിട്ട് അമ്മ ഓടിച്ചോളാൻ പറഞ്ഞു കേട്ടോ സൈക്കിൾ. അങ്ങനെ അമ്മ പോയി റൂമിലേക്ക്, വീട്ടിലേക്ക് പോയി. ജോലിയൊക്കെ ഉണ്ടാവും, അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും പോയതാണ്. കുട്ടിയാണെങ്കിൽ സൈക്കിൾ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഈ സമയത്ത് അവിടെ ഒരു കാറ് കാണാൻ സാധിക്കും. കുറച്ച് ദൂരെയായിട്ട് ഒരു കാറ് നിങ്ങൾക്ക് കാണാം. വിജനമായ, അതായത് വണ്ടികളൊന്നും പാസ് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ ആളുകളില്ല. അങ്ങനെയുള്ളൊരു സമയമാണ്. ഓക്കെ, കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു വൈറ്റ് കാറ് അതിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അവർ ആ ജംഗ്ഷനിൽ സ്ട്രൈറ്റ് പോകേണ്ടതാട്ടോ. പക്ഷെ ആ കുട്ടിയെ കണ്ടപ്പോൾ അവരെ വണ്ടി അവിടെ നിർത്തി. എന്നിട്ട് വണ്ടി തിരിച്ചു. നോക്കുക, അവിടെ നിർത്തി കുട്ടിയെ വാച്ച് ചെയ്യുക. ദെൻ ആ വാഹനത്തിലുള്ള ഡ്രൈവർ കുട്ടിയോട് ഇതൊക്കെ ചോദിക്കുന്നുണ്ട്. അമ്മ എവിടെയെന്നൊക്കെ ആയിരിക്കും. എന്തായാലും കുട്ടിയുടെ അടുത്ത് ആരും ഇല്ല എന്നുള്ളത് അവർ മനസ്സിലാക്കി. നിങ്ങൾ നോക്കുക, എത്രത്തോളം ടൈം എടുത്തിട്ടാണ് അവർ, ഇത്രത്തോളം റിസ്ക് എടുത്തിട്ടാണ് അവർ കുട്ടിയെ കൊണ്ടുപോകുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കുക. ആ കുട്ടിയുടെ വീട്ടിലെ പട്ടിയാൻ തോന്നുന്നു. പട്ടി അങ്ങനെ കളിക്കുന്നുണ്ട്. വെയിലത്ത് കളിച്ചിട്ടാന്ന് തോന്നുന്നു, സൈക്കിൾ ഓടിച്ചിട്ടാന്ന് തോന്നുന്നു. കുട്ടിക്ക് ഒരു സംതിങ്, ഒരു അസ്വസ്ഥത, ഡിസ്കംഫേർട്ട് കുട്ടിക്ക് തോന്നി. അങ്ങനെ ആ കുട്ടിയെ സൈക്കിളൊക്കെ ഓടിക്കൽ നിർത്തി. എന്നിട്ട് അവിടെ ഇരിക്കുകയാണ്. ഈ സമയത്ത് വീണ്ടും ആ കാറ് റിട്ടേൺ വന്നു കേട്ടോ, തിരിച്ചു വന്നു. എന്നിട്ട് മോളുടെ പേരും, അങ്ങനെ അറിയാലോ, കുട്ടികളെ മയക്കി തന്ത്രപരമായിട്ട് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്ന രീതികൾ ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടിയോട് മുട്ടായി വാങ്ങിത്തരാം, അല്ലെങ്കിൽ ഐസ്ക്രീം വാങ്ങിത്തരാം, അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്ത് പോകാം, അങ്ങനെയൊക്കെയാണ് കുട്ടികൾക്ക് ഇഷ്ടം തോന്നുന്ന രീതിയിലുള്ള പരിപാടി. നോക്കാം. ഓ മൈ ഗോഡ്, ഭാഗ്യം കൊണ്ട് അത്രേ പറയാമോ. ചിലപ്പോൾ പ്രാർത്ഥനയായിരിക്കാം, അതിൻ്റെയൊക്കെ ഫലം കൊണ്ടായിരിക്കാം ആ സമയത്ത് അമ്മക്ക് വരാനും കുട്ടിയെ രക്ഷിക്കാനും സാധിച്ചു. ഒരു മിനിറ്റ് വൈകിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ കിട്ടൂല, കുട്ടിയെ എടുത്ത് പോയിട്ടുണ്ട്. പക്ഷേ ആ കുട്ടിക്ക് നല്ലൊരു അവയർനെസ്, ഒരു ബോധം ഉണ്ടല്ലോ. കാരണം ഇങ്ങനെ സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആളുകൾ, പരിചയമില്ലാത്ത ആളുകളൊക്കെ
അടുത്തിടപഴകി കഴിഞ്ഞാൽ എങ്ങനെ മാറി നിൽക്കണം എന്നുള്ളത് ആ കുട്ടിക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് അത് വാങ്ങിത്തരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ കുട്ടി അതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തു. അവരടുത്ത് വന്നപ്പോൾ ഓടാൻ ശ്രമിച്ചു. എന്തായാലും ആ കുട്ടിക്ക് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു അറിവുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ കുട്ടികളൊക്കെ ആരെങ്കിലും മുട്ടായി വാങ്ങി തന്നു കഴിഞ്ഞാൽ അത് വാങ്ങിച്ച് കഴിക്കും. അതാണ് നമ്മുടെ ഒരു ശീലം. പക്ഷെ കുട്ടികൾക്കൊക്കെ നല്ല രീതിയിലുള്ള അവയർനെസ് കൊടുക്കണം. ഇങ്ങനെയുള്ള ആളുകളൊക്കെ, പരിചയമില്ലാത്ത ആളുകൾ ഒക്കെ അടുത്തിടപഴകി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പിന്നെ വണ്ടിയിൽ കയറ്റാൻ ശ്രമിച്ചതൊക്കെ പോക്കി വിളിക്കാനും അല്ലെങ്കിൽ അടുത്തുള്ള ആളുകളോട് പറയാനും ഓടാനും ഒക്കെ ശ്രമിക്കുക, വണ്ടിയിൽ കയറാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കൽ നല്ലതാണ്. കുട്ടി രക്ഷപ്പെട്ടു, ഭാഗ്യമുണ്ട്. പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ കാണാം. ബൈ.